إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും ഉപദേശങ്ങളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും ഇവിടെയുള്ള മുഴുവൻ ആളുകളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി പുതിയ ഒരു ഹിജറ വർഷത്തിന്റെ ആരംഭത്തെക്കുറിച്ചും പവിത്രമായ മുഹറം മാസവും അതിലെ അനാചാരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. ലോകത്തിലെ ശക്തമായ ഒരു ഉമ്മത്ത് അഥവാ മുസ്ലിം സമൂഹം ഒരു ഹിജറ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സ്മരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരു പുതിയ വർഷം വരുമ്പോൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചും കള്ളുകുടിച്ചും ആണും പെണ്ണും നടുറോഡിൽ പാട്ടും ഡാൻസുമായി കൂത്താടുന്ന ഒരു ആഘോഷം ഇസ്ലാമിൽ കാണുക സാധ്യമല്ല. ഗ്രിഗോറിയൻ കലണ്ടറിന്റെ ന്യൂ ഇയർ ആഘോഷങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തങ്ങൾക്കും വൃത്തികേടുകൾക്കും ആഭാസങ്ങൾക്കും കണക്കില്ല. കള്ളുകുടിച്ചും പടക്കം പൊട്ടിച്ചും
തെരുവുകളിൽ ആ രൂപത്തിലുള്ള ബൈക്കിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കി ലോകത്തെ വെല്ലുവിളിക്കുന്ന യുവാക്കളുടെ ആഭാസങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ആഘോഷം ഇസ്ലാമിലെ പുതിയ കലണ്ടറുകൾ മാറുമ്പോ, പുതിയ വർഷങ്ങൾ കടന്നു വരുമ്പോ സഹോദരങ്ങളെ കാണൂല. കാരണം മുസ്ലിമീങ്ങളുടെ ഒരു ന്യൂ ഇയർ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ത്യാഗത്തിന്റെ, പീഡനത്തിന്റെ കഥകളാണ് ഇസ്ലാമിലെ ഓരോ വർഷവും കടന്നു വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്ത. അതുകൊണ്ടൊരു വിശ്വാസിക്കൊരിക്കലും അതിനെ ആഘോഷമാക്കാൻ സാധിക്കൂല. കാരണം പ്രിയമുള്ളവരെ, ജനിച്ച നാടിനെയും നാട്ടുകാരെയും ആ നാട്ടിലവർ സമ്പാദിച്ച സർവ്വ സമ്പത്തുക്കളെയും കുടുംബങ്ങളെയും മക്കളെയും സകല സൗഭാഗ്യങ്ങളെയും വലിച്ചെറിഞ്ഞ് അതിനേക്കാളൊക്കെ തനിക്ക് വലുത് താൻ തന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആദർശമാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി റസൂലുള്ളാഹിയും സ്വഹാബത്തും മക്കയിൽ നിന്ന് യഥരിബിന്റെ മണ്ണിലേക്ക്, അഥവാ ഹാദിഹി ത്വയ്ബ എന്ന പ്രവാചകനെ വിളിച്ച ഇന്നത്തെ മദീനയിലേക്ക് പ്രവാചകൻ പോയ ത്യാഗത്തിന്റെ സ്മരണയാണ് പ്രിയമുള്ളവരെ ഹിജ്റ എന്ന് പറയുന്നത്. അത് ത്യാഗത്തിൻ്റെതാണ്. ആ ഹിജ്റ സമർപ്പണത്തിൻ്റെതാണ്, ക്ഷമയുടേതാണ്. എന്തിനാണ് റസൂലുള്ളാഹിയും സ്വഹാബത്തും ഹിജ്റ പോയത്? എന്തിനാണ് അവരെ മക്കയിൽ നിന്ന് പുറത്താക്കിയത്? വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു മാത്രമാണ്, ഞങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കൂല. എത്ര വലിയ പരീക്ഷണങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നാലും റബ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് മതി എന്ന് പറഞ്ഞതിന്റെ പേരില മക്കയിൽ നിന്ന് പ്രവാചകരെയും സ്വഹാബത്തിനെയും മാറ്റിപ്പുറത്താക്കുന്നത്. കല്ലും മണലും പാറകളും നിറഞ്ഞ മക്കയിൽ നിന്ന് ഈന്തപ്പന തോട്ടങ്ങൾ നിറഞ്ഞ യഥരിബിന്റെ മണ്ണിലേക്ക്, അഥവാ ഇന്നത്തെ മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജ്റ പോയത് പ്രിയമുള്ളവരെ ആനന്ദിക്കാനല്ല, അവിടെ സമ്പത്തുണ്ടാക്കാനല്ല, അവിടെ ടൂർ നടത്തി ആഘോഷിക്കാനല്ല, മറിച്ച് കടുത്ത ഹൃദയവേദനയോടുകൂടിയാണ് പ്രവാചകരും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രിയമുള്ളവരെ ഹിജ്റ പോകുന്നത്. അധികം ആളുകളും രഹസ്യമായി ഒളിഞ്ഞുപോയവരാണ്. പാതിരാത്രിയിൽ ഒരാളു മാത്രാണ് പച്ചക്ക് പരസ്യ പ്രഖ്യാപനം നടത്തി മദീനയിലേക്ക് യാത്രയാകുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. ദീനുൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ ലവലേശം പേടിയില്ല ഉമറിന്. അല്ലാഹു തആല തൃപ്തിപ്പെട്ടതാണോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ശരീഅത്തിൽ അത് അനുവദനീയമാണോ, ഉമറിന്റെ മുമ്പിൽ പിന്നെ ഒരു മഖ്ലൂക്കും പ്രിയമുള്ളവരെ പ്രശ്നമല്ല. ഫാറൂഖ് എന്ന പേര് വരാനുള്ള കാരണം എന്താ? ഉമറിന്റെ ഒരു സ്വഭാവമുണ്ട്. എന്താ ഫാറൂഖ് എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തുന്നവനാണ്. ആ പേരെങ്ങനെയാ കിട്ടിയത്? മുസ്ലിമായ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ദാറുൽ അർഖമിൽ വന്ന് സഫാ മലയുടെ ഭാഗത്ത് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി പ്രഖ്യാപിച്ച ഉടനെ ഉമറിന്റെ ചോദ്യം, നബിയെ, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ സത്യമല്ലേ? അതേ ഉമറെ, സത്യമാണ്. പിന്നെന്തിനാ നാം ഒളിച്ചു വെക്കണം? പിന്നെന്തിന് പ്രവാചകരെ നാം മറച്ചു വെക്കണം? നമുക്ക് പരസ്യമാക്കിക്കൂടെ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ ഫർഖന്ന ബൈനൽ ഹഖ് വൽ ബാതിൽ കമാ ഫർഖ അല്ലാഹു ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അതേ കിഴക്കിനെയും പടിഞ്ഞാറിന്റെയും ഉടമസ്ഥനായ റബ്ബ് എങ്ങനെയാണോ അവയെ വേർപ്പെടുത്തിയത്, കിഴക്കിനെയും പടിഞ്ഞാറിനെയും എങ്ങനെ വേർപ്പെടുത്തിയോ അതേപോലെ കമാ ഫർഖ അല്ലാഹു ബൈനൽ മശ്രിഖ് വല്ലാഹു ലൗ ഫർഖന്ന ബൈനൽ ഹഖ് വൽ ബാതിൽ, ഇതേപോലെ ഉമർ ഹക്കും ബാത്തിലും ഉമർ വേർപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിനൊരു സംശയം വേണ്ട. ഉമർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായ പിറ്റേന്ന്
പ്രിയമുള്ളവരെ, സ്വഹാബത്ത് കഅബന്റെ അരികിൽ നമസ്കരിച്ചത് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. അതാ ഉമർ അത്ര ധൈര്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറിനെ വിളിച്ചു, യാ ഉമർ ലൗ സലക ഫജ്ജൻ, ഉമറെ, മദീനത്ത് ഒരു വഴിയിൽ, ഒരു റോഡിൽ നീ പ്രവേശിച്ചാൽ ആ റോഡിന്റെ മറുഭാഗത്ത് പിശാച് വന്ന്, അഥവാ പിശാചിനു നിന്നെ കാണാൻ ഇടവന്നാൽ, ലസലക ഫജ്ജൻ ഗൈറ ഫജ്ജിൻ, നിന്റെ ആ റോഡ് വിട്ട്, ആ മാർഗം വിട്ട്, ആ വഴി വിട്ട് ശൈത്വാൻ വേറെ വഴിക്ക് ഓടി രക്ഷപ്പെടുന്നു. അത്ര കൃത്യമാണ് പ്രിയമുള്ളവരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഖത്താബിന്റെ മകൻ ഉമറിന് അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെയും ലോകത്ത് പേടിയില്ല എന്നർത്ഥം. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രിയമുള്ളവരെ ഓരോ പ്രമാണിമാരുടെയും വീടിന്റെ വാതിൽക്കൽ പോയിട്ട് ഇങ്ങനെ മുട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ മദീനയിലേക്ക് ഹിജ്റ പോകാണ്, തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തോന്ന്. കഅബാലയത്തിന്റെ മുറ്റത്തൊരു പാറക്കല്ലിന്റെ മുകളിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു കയറി നിന്ന് ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, യാ അഹ്ല മക്ക, ഏ മക്ക നിവാസികളെ, ഏ മക്ക നിവാസികളെ, ഞാനിതാ എന്റെ ദീനം കൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോവാണ്. രഹസ്യമായിട്ടല്ല, പേടിച്ചല്ല പോണത്, പച്ചക്ക് പരസ്യമായി നിങ്ങളുടെ കൺമുന്നിലൂടെ ഞാൻ ഹിജ്റ പോകാൻ ഒരുങ്ങുകയാണ്. വിധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാം. ആർക്കെങ്കിലും ചരിത്രങ്ങൾ കാണാം, ആർക്കെങ്കിലും തന്റെ ഭാര്യമാര് വിധവകളാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, മക്കളെ യതീമുകളായി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഉമർ ഇതാ ഞാൻ അപ്പുറത്തുള്ള മലഞ്ചെരുവിലുണ്ട്, വിധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചു കാണാം. ഒരു കുട്ടിയും മക്കയിൽ നിന്ന് അനങ്ങിയില്ലെന്ന്. കാരണം ഉമറിനെ അത്ര പേടിയാണ് ആളുകൾക്ക്. ഉമർ പറഞ്ഞ ധൈര്യതരങ്ങൾക്ക്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ധൈര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ ധൈര്യത്തിന്റെ വെളിച്ചത്തിലാണ്. പ്രവാചകരും സ്വഹാബത്തും പ്രവാചകരും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹും ഒരുമിച്ചാണ് പ്രിയമുള്ളവരെ യാത്ര തുടങ്ങുന്നത്. സൗർ ഗുഹയെ ലക്ഷ്യമാക്കിയാണ് യാത്ര. ആദ്യം വഴികാട്ടിയായിട്ടുള്ളത് അബ്ദുല്ലാഹി ഇബ്നു അരീഖത്താണ്. അദ്ദേഹം മുസ്ലിമല്ല, മുശ്രിക്കാണ്, അമുസ്ലിമാണ്. പ്രിയമുള്ളവരെ, മതേതര സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് ഇതിൽ പാഠമുണ്ട്. അമുസ്ലിമാണെങ്കിലും പ്രവാചകൻ അറിയാം അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത് എന്നെ ചതിക്കൂലെന്ന്. അത്ര വിശ്വസ്തനാണ്. എന്റെ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ചോർത്തിക്കൊടുക്കൂല എന്ന പൂർണ്ണമായ വിശ്വാസം പ്രവാചകനുണ്ട്. പ്രിയപ്പെട്ടവരെ, അമുസ്ലിം സഹോദരങ്ങളെ ആട്ടിയകറ്റാനല്ല ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അവരെ ചേർത്തു പിടിച്ച് അവർക്ക് ആദർശം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കടമകൾ നിർവഹിക്കാൻ പറ്റണം. ഇത് ഹിജ്റയിൽ നിന്ന് ഒരു വിശ്വാസി പഠിക്കേണ്ട പാഠാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാട് വിട്ടുപോകാൻ, മക്ക വിട്ടുപോകാൻ ഒരാഗ്രഹമില്ല. സ്വന്തം ജനിച്ച ജന്മനാട്ടിൽ നിന്ന് പോവാൻ ആഗ്രഹമില്ല. നല്ല വിഷമമുണ്ട് പ്രവാചകന്റെ മനസ്സിൽ. അത്ര ഹൃദയവേദനയോടുകൂടിയാണ് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോണത്. പ്രിയമുള്ളവരെ, പ്രവാചകൻ ജനിച്ചു വളർന്ന മക്കയാണ്. പ്രവാചകൻ കളിച്ചു വളർന്ന മക്കയാണ്. താൻ കച്ചവടം ചെയ്ത മക്ക, തന്റെ കൂട്ടുകാരുള്ള മക്ക, തന്റെ കുടുംബങ്ങളുള്ള മക്ക. ആ മക്കയെ വിട്ടുപോകുമ്പോ കടുത്ത ഹൃദയവേദനയോടുകൂടിയ പ്രവാചകൻ മദീനയിലേക്ക് പോകുന്നത്. മദീനയുടെ അരികിലെത്തി, മദീനയുടെ ബോർഡറിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയാ, യാ മക്ക വല്ലാഹി ഇന്നക ലഖൈറുൻ അർളില്ല. ഈ മക്ക ഏറ്റവും പവിത്രമായ ഭൂമിയാണ്. വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്ക നിന്നെ. വലൗലാ അന്നി ഉഖ്രിജതു മിൻക കമാ മാ ഖറജ്തു, ഇവിടുത്തെ ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ജീവിക്കുമായിരുന്നു. ഒരിക്കലും മക്ക നിന്നെ വിട്ട് ഞാൻ ഈ മദീനയിലേക്ക് വരില്ലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയെ തിരിഞ്ഞു നോക്കി പറഞ്ഞത് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ സ്വന്തം നാടിനെ വെറുത്തിട്ടല്ല പ്രവാചകൻ പോയത്. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. 10 കൊല്ലക്കാലം ക്ഷമയോടെ
പ്രവാചകൻ മക്കയിൽ നിന്നതിന് ശേഷമാണ് പ്രിയമുള്ളവരെ മദീനയിലേക്ക് പ്രവാചകൻ പോണത്. ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ യമനിലേക്കും സിറിയയിലേക്കൊക്കെ ഹിജറ പോണ്ട്. അത് ബുദ്ധികേടാണ്. സഹോദരങ്ങളെ മനസ്സിലാക്കണം. അല്ലാഹു കാക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും സൗർ ഗുഹയിലെത്തി. ഉടനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മകനെ വിളിച്ചു, അബ്ദുല്ലാനെ വിളിച്ചു. എന്നിട്ട് മകനോട് പറയാ, ഞങ്ങൾ ഈ ഗുഹയിലാണ് താമസം. നീ പകൽ സമയത്ത് മക്കയിലെ പ്രമാണിമാരുടെ വീടിന്റെ അരികിൽ പോയി നീ ഒളിച്ചിരിക്കണം. അവരുടെ വർത്തമാനങ്ങൾ കേൾക്കണം. അവരുടെ പ്ലാൻ എന്താന്ന് കൃത്യമായി മനസ്സിലാക്കണം. രാത്രി ഇരുൾ മൂടി കഴിഞ്ഞാൽ നീ ഈ ഗുഹയിലേക്ക് കയറി വന്ന് ഞങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ തരണം. ആരാ പറയുന്നത്? താജുൽ ഔവൽ, ഔലിയാക്കളുടെ നേതാവായ താജുൽ ഔലിയാണ്. ഔലിയാക്കന്മാരുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മകനോട് പറയാ, അവിടെയുള്ള രഹസ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചേരണം. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ ഔലിയാക്കന്മാരുടെ പ്രത്യേകത എന്താ? ലോകം നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. CM വലിയുള്ള ഉറങ്ങിയാൽ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന വിശ്വാസമാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് പേറിക്കൊണ്ടിരിക്കുന്നത്. ഔലിയാക്കന്മാരുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടില്ല. അതിന് മകനെ പറഞ്ഞേക്കാണ് കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ട്. മാത്രമല്ല പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം, അബ്ദുല്ല റളിയല്ലാഹു അൻഹു കടന്നു വന്ന കാൽപ്പാടുകൾ മായ്ക്കണം. അദ്ദേഹം നടന്നു വന്ന കാൽപ്പാടുകൾ കണ്ടാൽ ശത്രുക്കൾ അതിലൂടെ വരും. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖാദിം അമീർ ഇബ്നു ഫുഹൈറ വരും. അദ്ദേഹം ആട്ടിടയനാണ്. ആടിനെ നോക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ആടിനെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? നീ മുന്നിൽ നടക്കണം, ആടുകൾ പിന്നിൽ വരണം. കാരണം നടന്നുപോയ കാൽപ്പാടുകൾ മായ്ക്കപ്പെടാനാണ്. കൃത്യമായ പ്ലാനിങ് ആണ് പ്രിയമുള്ളവരെ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല സമാധാനത്തിലാണ്. പ്രവാചകൻ അത്ര ടെൻഷനൊന്നുമില്ല. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. എന്താ ടെൻഷൻ അറിയോ? ഭാവി എന്താകുന്നുള്ള പ്രയാസമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലുള്ള വിഷമം പ്രിയമുള്ളവരെ റസൂലുള്ളാഹി ഓർത്തിട്ടാണ്. കാരണം എന്താ? പ്രവാചകന്റെ സഹായി ഞാനാണ്. ഖുറൈശികളെങ്ങാനും വന്ന് പിടിച്ചാൽ അള്ളാന്റെ റസൂലിനെ അവർ ഉപദ്രവിക്കും. അതെനിക്ക് താങ്ങാൻ പറ്റൂല, എനിക്ക് സങ്കടമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം ആ ഗുഹയിലേക്ക് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പ്രവേശിക്കുന്നത്. പ്രവാചകനെ കയറാൻ സമ്മതിച്ചില്ല. പ്രവാചകൻ പുറത്തേക്കാൻ പറഞ്ഞു. തന്റെ കുപ്പായമൂരി ആ ഗുഹയൊക്കെ തുടച്ചു വൃത്തിയാക്കി. ആ കുപ്പായം വലിച്ചു കീറിയിട്ട് ആ ഗുഹയിലുള്ള പൊത്തുകളൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടക്കാണ്. പാമ്പിന്റെ കടിയേറ്റത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയതിനു ശേഷം പ്രവാചകരെ ഇനി കയറിക്കോളൂ എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുഹയിൽ കയറി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊടയിൽ തലവെച്ച് പ്രവാചകൻ കിടന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്തൊരു സ്നേഹം നോക്കി, എത്ര നല്ല കൂട്ടുകാരന്മാർ. ലോകത്തിങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഏതൊരു കൂട്ടുകാരാ സഹോദരങ്ങളുള്ളത്? സ്വന്തം കൂട്ടുകാരനെ അടിച്ചു കൊല്ലുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ചരിത്രത്തിൽ നിന്ന് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട് പാഠം. സ്വന്തം കൂട്ടുകാരനു വേണ്ടി പാമ്പ് കടിയേറ്റ ഒരു സുഹൃത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതിനിടയിൽ ഗുഹയുടെ മുന്നിൽ ശത്രുക്കൾ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളുടെ കാല് കണ്ടപ്പോ നബിയോട് ചോദിക്കാണ്, നബിയെ, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന അഹദുഹും നളറ ഇലാ മൗളിഇ ഖദമൈഹി ലഅബ്സർനാ. അല്ലാഹുവിന്റെ റസൂലേ, ആ ശത്രുക്കളെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ,
കുനിഞ്ഞു നോക്കിയാൽ അവർ നമ്മളെ കാണൂലേ. അവരെങ്ങാനും നമ്മളെ കണ്ടാൽ അവർ നമ്മെ കൊന്നുകളയും. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, യാ അബൂബക്കർ, അബൂബക്കറെ, മാ ളന്നുക ബിഇത്നൈൻ വല്ലാഹി സാലിസുഹുമ. അബൂബക്കറെ, നീ എന്താ വിചാരിച്ചത്? അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുള്ളൂ എന്നാ വിചാരിക്കണത്? മൂന്നാമതായി നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്നാണ്. അതിനർത്ഥം പ്രിയമുള്ളവരെ, ഈ ഗുഹയിൽ എന്റെ റബ്ബുണ്ട് എന്നല്ല. ചില ആളുകളെ വിശ്വാസം എന്താ അറിയോ? അത് നമ്മുടെ അഖീദക്ക് വിരുദ്ധാണ്. ചില ആളുകളോട് അയിനല്ലാന്ന് ചോദിച്ചാല് അവർ പറയും അല്ലാഹ് എല്ലായിടത്തും ഉണ്ട് എന്ന്. ഈ കാണുന്ന തൂണിലും തുരുമ്പിലും ഇവിടെ എല്ലായിടത്തും അല്ലാഹ് ഉണ്ട് എന്ന്. അയിനല്ലാഹ്, അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ആകാശത്തിന്റെ മുകളിലാണ്. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാല് അല്ലാഹു ആകാശത്തിന്റെ മുകളിൽ നിന്ന് നമുക്കുള്ള സംരക്ഷണം കൃത്യമായി നൽകും. ആ റബ്ബ് അവിടെ നിന്ന് കാണുന്നുണ്ട് എന്ന്. ആ ഒരു വിശ്വാസമാണ് തന്റെ കൂട്ടുകാരന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗുഹയിൽ വെച്ച് സഹോദരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അബൂബക്കറെ ദുഃഖിക്കേണ്ട, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്നാണ്. ഇതാണ് ഹിജ്റയിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠം. തവക്കൽതു അലല്ലാഹ്. പൂർണ്ണമായി ഏതു കാര്യങ്ങളും തന്റെ റബ്ബിലേക്ക് തവക്കുലാക്കാനുള്ള ഒരു മനസ്സ് വിശ്വാസിക്ക് സഹോദരങ്ങളെ ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ ഹിജ്റയുടെ അടുത്തൊരു പാഠം എന്താണെന്നറിയാം നിങ്ങൾക്ക്? അടുത്തൊരു പാഠം തന്റെ കയ്യിൽ കിട്ടിയ ശത്രുവിനെ കൊല്ലാതെ വിട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം. അത് ഹിജ്റ നൽകുന്ന വേറൊരു പാഠാണ്. സംഭവം എന്താണെന്നറിയൂ? 3 ദിവസം കഴിഞ്ഞ് അവരാ ഗുഹയിൽ നിന്ന് ഇങ്ങനെ യാത്ര പോവാണ്. മക്കയിലെ പ്രമാണിമാർ പറഞ്ഞു, മുഹമ്മദ് നബിയെ പിടിച്ചു തരുന്ന ആളുകൾക്ക് 100 ഒട്ടകം സമ്മാനമായി തരാം. സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് മുസ്ലിം അല്ല, ശത്രുക്കളുടെ കൂടെയാണ്. അദ്ദേഹം ഇത് കേട്ടു. അദ്ദേഹം കാട്ടറബിയാണ്, മരുഭൂമിയിൽ താമസിക്കുന്ന ആളാണ്. തന്റെ കുതിരപ്പുറത്ത് അദ്ദേഹം യാത്രയായി. സുറാഖയുടെ കുതിര മരുഭൂമിയിലെ ഓരോ മുക്കും മൂലയും അറിയുന്ന കുതിരയാണ്. അത് ആ നാട്ടിൽ അങ്ങനെ ഒരു പാട്ടാണ്. സുറാഖന്റെ കുതിര എന്ന് പറഞ്ഞാല് ആ നാട്ടിലൊരു പാട്ടാണ്. കാരണം സുറാഖന്റെ കുതിരക്കറിയാത്ത ഊടുവഴികളില്ല, എല്ലാം കൃത്യമായിട്ട് അറിയാം. സുറാഖ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞു നോക്കുമ്പോ, പ്രിയമുള്ളവരെ, സുറാഖയുണ്ട് പ്രവാചകന്റെ പിന്നില്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് തീരുന്നതിന്റെ മുമ്പ് സുറാഖയുടെ കുതിരയുടെ കാല് ആ മണലിൽ ആണ്ടുപോയി. സുറാഖ 2-3 തവണ കുതിരനെ അങ്ങനെ എണീപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നോക്കുന്നുണ്ട്. സുറാഖ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റൂല എന്ന് ഉറപ്പായി, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖയെ വിളിച്ചിട്ട് പറഞ്ഞു, സുറാഖ, പേർഷ്യൻ രാജാവിന്റെ കിരീടവും പട്ടിന്റെ ഉടയാടകളും നീ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സുറാഖ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വയ്ക്കാണ്, കാട്ടറബിയായ ഞാൻ എവിടെ കിടക്കുന്നു? കാട്ടറബിയായ ഞാൻ എവിടെ കിടക്കുന്നു? പേർഷ്യൻ രാജാവ് എവിടെ കിടക്കുന്നു? അദ്ദേഹം തമാശയായിട്ടാണ് കണ്ടത്. അദ്ദേഹം പറയും, ഞാനൊക്കെ പേർഷ്യൻ രാജാവിന്റെ കിരീടണിയെ, അദ്ദേഹം ധരിച്ച പട്ടിന്റെ ഉടയാട ഞാൻ ധരിക്കേ, അതൊന്നും ലോകത്ത് സംഭവിക്കാൻ പോണ കാര്യമില്ല. അദ്ദേഹം എന്തായി പറയണെന്ന് ചോദിച്ചു. പ്രിയമുള്ളവർ, ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. പേർഷ്യ തകർന്നു തരിപ്പണമായി. പേർഷ്യ ദീനുൽ ഇസ്ലാമിന്റെ കീഴിൽ വന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്താണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യൻ രാജാവിന്റെ കിരീടവും സ്വർണ്ണ നാണയങ്ങളും പട്ടിന്റെ ഉടയാളകളും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് അയച്ചു കൊടുത്തു. അത് കയ്യിൽ കിട്ടിയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ പ്രാർത്ഥിച്ച് കരയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ
റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ള ചോദിക്കുക ഉമറിനോട്, ഉമറെ എന്തിനാ നിങ്ങൾ കരയണത്? അല്ലെ, കയ്യില് പട്ടിന്റെ ഉടയാടകളുണ്ട്, സ്വർണ്ണ കിരീടങ്ങളുണ്ട്, സ്വർണത്തിന്റെ നാണയങ്ങളുണ്ട്, പിന്നെന്തിനാ കരയണത് ചോദിച്ചു. ഉമർ പറയാണ്, അനുഗ്രഹങ്ങളൊക്കെ ദുനിയാവിൽ തന്നെ കിട്ടാണോ എന്ന് പേടിച്ചു പോയി. അല്ലെ, പരലോകത്ത് ഉണ്ടാവൂലേ? ദുനിയാവിലെ തന്നെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കാണ്ട് തീരാണോ, പരലോകത്ത് ഉണ്ടാവൂലേ എന്ന് പേടിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ദുനിയാവിൽ കിട്ടാത്തതിന്റെ പേരില സങ്കടം. ഉമർ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോ കരയാണ്, ദുനിയാവിൽ തന്നെ കിട്ടിത്തീരാന്ന് ആലോചിച്ചിട്ട്. ഉമർ ചോദിക്കാണ്, അയിന സുറാഖത്ത് ബിൻ മാലിക്, എവിടെ സുറാഖാന്ന് ചോദിച്ചു. സുറാഖത്ത് ബിൻ മാലിക് എവിടെ? സുറാഖ ഉമറിന്റെ മുന്നിൽ വന്നു. അല്ലെ, പടു വൃദ്ധനായിട്ടുണ്ട്, വയസ്സായി അങ്ങെത്തിയിട്ടുണ്ട്. സുറാഖ, ഈ സ്വർണത്തിന്റെ കിരീടം നിനക്കുള്ളതാണ് പറഞ്ഞു, ഈ പട്ടിന്റെ വസ്ത്രം നിനക്കുള്ളതാണ്. താങ്കൾക്ക് ഓർമ്മല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിനക്ക് വാഗ്ദാനം ചെയ്തത്, അതുകൊണ്ട് ഈ കിരീടം ധരിക്കാൻ പറഞ്ഞു. സുറാഖ പ്രിയമുള്ളവരെ ധരിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സ്വദഖ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു, ഒരിക്കലും പ്രവാചകൻ കളവ് പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ, വഹിയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിക്കൂ. കുതിരയുടെ കാല് നമ്മൾ പറഞ്ഞു അല്ലെ, ആണ്ടുപോയി. സുറാഖക്ക് മനസ്സിലായി ഇത് പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലാണെന്ന്. അന്ന് അദ്ദേഹം സഹോദരങ്ങളെ മുസ്ലിമായിട്ടുണ്ട്, ഷഹാദത്ത് ചൊല്ലിയിട്ട്. ഇതൊക്കെ ചരിത്രങ്ങളിൽ കൃത്യമായി നമുക്ക് സഹോദരങ്ങളെ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ട്, ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ അത് രോമാഞ്ചം കൊണ്ടുകാണ്ട് അല്ലെ, അതിങ്ങനെ എന്തോ ആകാനുള്ളതല്ല. അതിൽ നിന്ന് കൃത്യമായ പാഠം ഉൾക്കൊണ്ട് പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ജീവിതം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹ ഇബാദല്ലാഹ്, ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒറ്റ സംഭവം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യാത്രക്കിടയിൽ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ഭക്ഷണം തീരുന്നു. ഭക്ഷണം തീർന്നു, വെള്ളം തീർന്നു. ദൂരെ നോക്കുമ്പോൾ ഒരു ഹൈമത്തുണ്ട്, ഒരു ചെറിയ കുടിലുണ്ട്. ഉമ്മു മഅബദിന്റെ കുടിലാണത്. ഒരു വയസ്സായ സ്ത്രീയാണ്. ആ സ്ത്രീ ഇങ്ങനെ ആ കുടിലിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടോന്ന് ചോദിച്ചു. കുടിക്കാനോ ഭക്ഷണമായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞു, ഇല്ല, വെള്ളം, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ല. ആ വീടിന്റെ മുറ്റത്ത് ആടുകളുണ്ട്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് ചോദിക്കും, അപ്പൊ ഈ ആടോന്ന് ചോദിച്ചു. ഈ ആടോ? അപ്പൊ ഉമ്മ പറഞ്ഞു, അത് കറവ പറ്റിയ ആടാണ്, അതിന് പാല് വരൂല, സുഖമില്ലാത്ത ആടാണ്, മെലിഞ്ഞൊട്ടിയ ആടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എങ്കിൽ ഞാൻ ആ ആടിനെ കറന്നോട്ടെ എന്ന് ചോദിച്ചു. ആ ഉമ്മ പറഞ്ഞു, കറവ പറ്റിയ ആടിൽ നിന്ന് എങ്ങനെ പാല് വരിക? അതിനെ കറന്നിട്ട് എന്താ കാര്യമുള്ളത്? പ്രവാചകൻ പറഞ്ഞു, ശരി, ഞാൻ കറന്നോട്ടെ എന്ന് ചോദിച്ചു. ആ ഉമ്മ പറഞ്ഞു, ശരി, നിങ്ങള് കറന്നോളിയാണോ? പ്രവാചകന്റെ മുബാറക്കായ കൈകൊണ്ട് ആ ആടിന്റെ അകിടില് പ്രവാചകൻ തടവി. സുബ്ഹാനല്ലാഹ്, അല്ലെ, പാലിങ്ങനെ നിറഞ്ഞിട്ട് അതിന്റെ കനം കൊണ്ട് ആടിന്റെ കാലുകൾ ഇങ്ങനെ, ആടിന് കനം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പ്രവാചകൻ പാല് കറന്നു. ആദ്യം പ്രവാചകൻ കുടിച്ചേക്കല്ല, അല്ലെ, കൃത്യമായൊരു മര്യാദ അവിടെയും പ്രവാചകൻ കാണിച്ചു തന്നു. ആ സ്ത്രീക്ക് ആദ്യം പാല് കൊടുത്തു. ആ സ്ത്രീ അത് കുടിച്ചു. മാന്യതയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു കുടിച്ചു, പ്രവാചകനും കുടിച്ചു. ബാക്കിയുള്ള പാല് ആ സ്ത്രീയുടെ വീട്ടില് ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു.
ഇതൊക്കെ ആ ഒരു ചരിത്രത്തിൽ നിന്ന് ആ ഒരു യാത്രയിൽ ഉണ്ടായ അത്ഭുതങ്ങളായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കാം, മോചിസതായി നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഓരോ ചരിത്രങ്ങളിൽ നിന്നും ഒരു മുസ്ലിമിന് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഓരോന്നിങ്ങനെ അരിച്ചു കുറിപ്പോ ഇതിപ്പോ ഈ ചരിത്രം പറയുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പോകാൻ ഇപ്പൊ എന്താ പാടുള്ളത്? അല്ല, അതിലെന്താ പാടുള്ളത്? നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ ആ സ്ത്രീക്ക് അവിടെ പ്രവാചകൻ ആദ്യം കൊടുത്തു എന്നുള്ളത് അതൊരു ഇസ്ലാമിലെ മര്യാദയാണ്, ഒരു മാന്യതയാണ്. ഇങ്ങനെ ചരിത്രത്തിൽ നിന്ന് കൃത്യമായി സഹോദരങ്ങളെ നമ്മൾ പാഠങ്ങൾ പഠിക്കുക, യഥാർത്ഥ ദീനുമായി നമ്മൾ മുന്നോട്ട് പോവുക. ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സഹോദരങ്ങളെ പൂർണ്ണമായി നമ്മൾ വിട്ടുനിന്ന് യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മുടെ തൗഹീദ് നമ്മൾ മുറുകെ പിടിക്കുക. അതിനാണ് പ്രവാചകരും സ്വഹാബത്തും ഹിജറ പോയത്. ഏതു പ്രതിസന്ധികളിലും ഏതു പ്രയാസങ്ങളിലും നമ്മുടെ ആദർശം നമ്മൾ കൈവിടാതിരിക്കുക. അള്ളാഹു അങ്ങനെയുള്ള മുവഹിദുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗത്തിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും അള്ളാഹു രക്ഷപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اكفنا بحلالك عن حرامك وأعننا بفضلك عمن سواك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.